guys, welcome to my channel THONYASAM Limited. ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു കുപ്പി പൊട്ടിക്കാം എന്നാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പല രീതിയിൽ നമുക്ക് കുപ്പി പൊട്ടിക്കാം, തല്ലി പൊട്ടിക്കാൻ, എവിടെയെങ്കിലും ഒടിച്ച് പൊട്ടിക്കാം, കാലുകൊണ്ട് ചവിട്ടി പൊട്ടിക്കാം, അങ്ങനെ പല രീതിയിൽ പൊട്ടിക്കാം. പക്ഷെ ഇത് എങ്ങനെ നമുക്ക് ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ പൊട്ടിക്കാം നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ഈ വീഡിയോ കാണാം. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബിന് അപ്പുറത്ത് കാണാൻ ചെറിയൊരു ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് ക്ലിയർ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഒരു കുപ്പി, ചില്ല് കുപ്പി, ഗ്ലാസ് കുപ്പി എങ്ങനെ പൊട്ടിക്കാമെന്ന് നോക്കാം. ഇതാണ് ഞാൻ എടുത്തിരുന്ന കുപ്പി. നമുക്ക് ഇഷ്ടമുള്ള ഏത് കുപ്പിയാണെങ്കിലും ചില്ലു കുപ്പിയാണെങ്കിലും എടുക്കാൻ പറ്റും. അപ്പം ഞാനൊരു കട്ടിയുള്ള സൈസ് നൂല് നമ്മളെ കടയിലൊക്കെ വാങ്ങാൻ കിട്ടിയില്ലേ, കടയിൽ നമ്മൾ നല്ല കട്ടിയുള്ള സൈസ് നില വാങ്ങുമ്പോൾ കെട്ടി തരുന്ന ആ നൂലില്ലേ, ആ നൂലായിരിക്കും ഏറ്റവും നല്ലത്. അതെങ്ങനെ എവിടെ വെച്ചാണ് നമുക്ക് എത്ര കട്ട് ചെയ്ത് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അളവിൽ സർക്കിളിൽ അതൊന്ന് ചുറ്റി കൊടുക്കുക. അത് 2 ലെയറും 3 ലെയർ ആയാലും കുഴപ്പമില്ല. നല്ല വൃത്തിയിൽ ശരിക്കും സർക്കിൾ നിലയിൽ വേണം അത് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നൂല് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നൂല് ചുറ്റിയിട്ടതിന് ശേഷമുള്ള ഒരു പിക്ചർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് പിന്നെ ആവശ്യമുള്ളത് മണ്ണെണ്ണയാണ്. അപ്പം മണ്ണെണ്ണയുടെ ആ ഒരു അടപ്പില്ല, അതിൽ ഇത്തിരി മണ്ണെണ്ണ എടുത്തിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കണം. അതപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം നമ്മ. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ലൈറ്റർ വെച്ചിട്ട് അതൊന്ന് കത്തിച്ച് കൊടുക്കുക. മണ്ണെണ്ണ ഒഴിച്ചാൽ നല്ലോണം കത്തും. പിന്നെ നമ്മളതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, കുറേ നേരം റൊട്ടേറ്റ്. അപ്പം എന്നാലാണ് അവിടെ നിന്ന് വിട്ടുപോരുള്ളൂ. അപ്പം നമ്മൾ 2 പ്രാവശ്യം ഇത് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മുക്കുക. നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന് ആ ഒരു സർക്കിളിൽ തന്നെ അത് കറക്റ്റ് നമ്മൾ ആ നൂല് ചുറ്റിയ അളവിൽ തന്നെ അത് കട്ട് ചെയ്യുന്നത് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കണ്ടില്ലേ, കറക്റ്റ് ആ ഒരു അളവിന് അത് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടും കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ആ ഒരു ഇതാണ് കാണുന്നത്. കറക്റ്റ് ആ വട്ടത്തിന് നമുക്ക് ഒരു ഡാമേജ് ഇല്ലാണ്ട്, ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് കിട്ടിയ പീസിൽ നമുക്ക് വെള്ളമൊക്കെ നിറച്ചെന്തെങ്കിലും വർക്കൊക്കെ എന്തെങ്കിലും ആർട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് ഒരു ചില്ലു കുപ്പി നമുക്ക് കറക്റ്റ് ഒരു അളവിൽ പൊട്ടിക്കാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വീട്ടിലെ ഫ്ലവർ വേസ് ഒക്കെ ആക്കി മീൻസ് ഒന്ന് അലങ്കരിച്ച് ബ്യൂട്ടിഫുൾ ആക്കി വെക്കാൻ പറ്റും. ഭയങ്കര സിമ്പിൾ ആണ് കുപ്പി പൊട്ടിക്കാൻ. ഒരുപാട് കുപ്പികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റിൽ കൊണ്ട് കളയാണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീടൊക്കെ അലങ്കരിച്ച് നല്ല സൂപ്പർ ആക്കി വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. വേറെ കിട്ടിക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ THONYASAM Limited. ടാറ്റാ, ബൈ ബൈ, സീ യു.